മോഹൻലാലിന്റെ പടം വന്ന അത് നമ്മുടെ സ്വന്തം മോഹൻലാലിന്റെ പടം. കാണാനായിട്ട് ഫസ്റ്റ് ഷോ ഒന്നാമത്തെ ദിവസം തന്നെ പോയി കാണാം. അതാണ് അതിന്റെ ഫീലിങ്സ്. മൊത്തത്തിൽ തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണല്ലേ? അത് സെറ്റാണ്. കേൾക്കാൻ പറ്റൂല, അതിന് പറയാൻ പറ്റൂല. കൈയടിയുടെ മേളങ്ങളായിരുന്നു. ആ എക്സ്പെക്ടേഷൻ അത് ഉയർന്നിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഉറപ്പായിട്ടും ഇന്ന് വൈകുന്നേരം പോയി കാണണം. അവസാനം വരാൻ ആരാണ് എന്നുള്ളൊരു ചിന്ത കൂടെ നമുക്ക് വരും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു എക്സ്പ്രഷൻ വെക്കാതെ ഇത് കണ്ടു തന്നെങ്കിൽ എല്ലാവരും അറിയണം, തിയേറ്ററിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് എന്തുമായിട്ട് ഇത് വേറെ തലത്തിലോട്ട് പോകും. മലയാള സിനിമ ഞാൻ പറയണ്ട, പറഞ്ഞ ശരിയല്ല. ഓരോ സിനിമ ഓരോ സിനിമ ഒരു യഥാർത്ഥ ലാലേട്ടൻ ഫാനാണെന്ന് ഈ പടം ഇറങ്ങിയോട് തെളിയിച്ചു. കാര്യം എമ്പുരാൻ ഇറങ്ങിയപ്പോൾ നമ്മള് ലൂസിഫർ ഇറങ്ങിയപ്പോൾ എമ്പുരാന് വേണ്ടി വെയിറ്റ് ചെയ്തു, അടുത്ത എത്രയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴേ ടിസ്റ്റായിരുന്നു. ഇപ്പം എന്താ പറയുക, ലാലേട്ടന്റെ ഓരോ സീനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒഴിക്കാൻ പറ്റില്ല. ആ ലെവലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ മലയാള സിനിമ ഇങ്ങനെയും ചെയ്യാൻ പറ്റുമെന്ന് പൃഥ്വിരാജ് തെളിയിച്ചു. മലയാളത്തിൽ ഇങ്ങനെയും സിനിമ എടുക്കാൻ പറ്റുമെന്ന് ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് പൃഥ്വിരാജ് തെളിയിച്ചേ. കാര്യം ഇനി അടുത്ത എത്രയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതിങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാവുമെന്ന് അറിയാൻ പറ്റില്ല. അല്ലേ ഇപ്പൊ ഒത്തിരി പേര് എത്രയോ ആൾക്കാർ ഈ ഷോ കാണാനുണ്ട് ഈ ഒരു ദിവസം തന്നെ. അപ്പം ആ ഒരു സസ്പെൻസ് അങ്ങനെയാണ് നിലനിൽക്കട്ടെ. കൂടാതെ വേറൊരു ക്യാമിയയും കൂടെ ഉണ്ട്. ആ ഒരു ക്യാമിയ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതും സസ്പെൻസ് ആയിട്ട് തന്നെ നിൽക്കട്ടെ. ആൾക്കാർ മറ്റാണ് ഇത്രയും പേര് കാണാനുള്ളതല്ലേ സിനിമ. ഇതാണ് സിനിമയെ കുറിച്ചുള്ള ഓവറോൾ അഭിപ്രായം. ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് ഒന്നും ഒരു പഞ്ചില്ല. പക്ഷെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടൊരു കയറ്റമുണ്ട്. ഗ്രാഫ് നന്നായിട്ട് കയറണല്ലോ. ലാലേട്ടൻ മുണ്ടൊക്കെ ഉണക്കി വരുന്ന ഒരു സീനൊക്കെ വരും. അപ്പം അങ്ങോട്ട് മാസ് കയറി നമ്മൾ വിചാരിക്കും സെക്കൻഡ് ഹാഫ് ഫുൾ ഓഫ് ചെയ്യണം. വേഗം കിടക്കുന്നത് രണ്ട് ഗ്രാഫ് താതാനെ ക്ലൈമാക്സിലും ഒന്നുമില്ല. സാധാ നോർമലായിട്ടുള്ള കുറേ വെടിയും പുകയും ഒരു ആവശ്യമില്ലാതെ പല കൺട്രീസിലൊക്കെ പോയി ബോംബ് പൊട്ടിക്കുകയാണ്. എന്തിനാണ് അവിടെയൊക്കെ ബോംബ് പൊട്ടിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ഓരോ കൺട്രിയിൽ തന്നെ ചെയ്താൽ മതി. പിന്നെ കുറേ ഫ്രെയിമുകളുണ്ട്. അനമോർഫിക് ലെൻസിൽ എടുത്തിട്ടുള്ള ആ റേഷ്യോ ആസ്പെക്ട് റേഷ്യോയിൽ നൈസായിട്ടുണ്ട്, കാണാനൊക്കെ നൈസായിട്ടുണ്ട്. പക്ഷെ പടത്തിൽ സ്ക്രിപ്റ്റ് വമ്പ പാളിച്ച് പുള്ളി കോപ്പിക്ക് എങ്ങനെ ഇത് എഴുതിയെന്ന് മനസ്സിലാവുന്നില്ല. സസ്പെൻസ് ഒന്നുമില്ല, ഒരു സസ്പെൻസും ഇല്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഫാൻസ് ഷോ ആയിട്ട് ഫാൻസിന് പിന്നെ വേറൊന്നും പറയാൻ പറ്റില്ല. ഞാനൊരു ഫാനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കള്ളർ റിവ്യൂ പറഞ്ഞിട്ട് ഒരു ക്യാമിയോ ഇല്ല, ഒന്നുമില്ല. ഇതിപ്പം ലാലേട്ടൻ നമ്മൾ സ്വകാര്യ അഹങ്കാരമാണ്. ഇപ്പൊ മലയാളിയൊക്കെ എല്ല് കൂടുതലെന്ന് പറയുന്ന ആ എല്ല് ലാലേട്ടനാണ്. ഇതിപ്പോ പ്രശ്നം എല്ല് കുത്തിക്കേറിയിരിക്കുന്ന അവസ്ഥയാണ്. എല്ല് അങ്ങോട്ട് കുത്തി കളയാനും വയ്യ, ഇറക്കാനും വയ്യാത്ത അവസ്ഥയാണ്. ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ ലാലേട്ടന്റെ പടം കണ്ട് നെഗറ്റീവ് റിവ്യൂ പറയാൻ പറ്റുമോ? അങ്ങനെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പറഞ്ഞാൽ ഇന്ദിരാവും അങ്ങനെയൊക്കെ ഉള്ള ഒരു ലെവലാണ്. സത്യസന്ധമായി പറഞ്ഞ പടം പോരാ. ഈ ഹൈപ്പൊക്കെ ചെയ്ത് ഇതിനെ വിറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാം കൂടെ അറിയാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചില്ല തന്നെയാണ് അവസാനം എത്തിയത്. അടിപൊളിയായിട്ട് സാധാരണക്കാരന് മനസ്സിലാവുന്ന ചെറിയൊരു സംശയമുണ്ട്. കാരണം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ യൂസറിനെ പോലെ അത്ര സിമ്പിൾ അല്ല. കുറച്ചുകൂടെ വലിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പിന്നെ വില്ലനും ലാലേട്ടൻ അത്ര പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു വില്ലനല്ല. സ്പോയിലറാണ്, അതൊന്നും റിവീൽ ചെയ്യുന്നില്ല. പക്ഷെ പടം അടിപൊളിയാണ്. കൈയടിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ന്യൂസ് എന്തായാലും മുകളിൽ പോകും. ലാലേട്ടൻ സൂപ്പർ ആയിരിക്കും.